നെതന്യാഹു ചത്തോ അതോ ജീവനോടെയുണ്ടോ? ആരും പുറത്തു പറയുന്നില്ലെങ്കിലും നല്ലൊരു വിഭാഗം ജനങ്ങളും നെതന്യാഹു ഒന്ന് ചത്ത് പണ്ടാരമടങ്ങി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെതന്യാഹുവിനെ കൊന്നതായി ഇറാൻ അവകാശപ്പെടുന്നത്. ആയത്തുള്ള അലി ഖുമൈനിയുടെ മരണത്തിന് ശേഷം ഇറാൻ നടത്തിയ ശക്തമായ പ്രത്യാക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. നെതന്യാഹുവിനെ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിനുള്ളിൽ നിന്നും കൊണ്ടുപോകുന്നു. നെതന്യാഹുവിന്റെ തകർന്ന കെട്ടിടത്തിന്റെ അകത്തു നിന്നും പിടിച്ചുകൊണ്ടുവരുമ്പോൾ കുഴഞ്ഞു വീഴുന്നു. പൊടിപടലങ്ങളിൽ കുളിച്ച് നെതന്യാഹുവിനെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുപോകുന്നു. അങ്ങനെ വളരെ നന്നായി തന്നെ ലോകം നെതന്യാഹുവിന്റെ ചാവ് ആഘോഷിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ആ മരണം ആഘോഷമാക്കുന്നു. അത്രമാത്രം ലോകത്തിന്റെ പകുതിയിലധികവും ആ സുന്ദര നിമിഷം കാണാൻ ജനം കൊതിക്കുന്നു എന്നർത്ഥം. നെതന്യാഹുവിന്റെ ചാക്കാലം ആഘോഷിക്കുന്നതിന്റെ ഇടയിലാണ് നെതന്യാഹു മുജ്തബ കാമിലേക്ക് ഇൻഷൂർ നിഷേധിക്കുന്ന പരിഹാസവുമായി രംഗത്ത് വരുന്നത്. ആ വാർത്ത നെതന്യാഹു അനുകൂലികൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അടുത്ത വീഡിയോയുമായി ചില ഇംഗ്ലീഷ് യൂട്യൂബർമാരും ചില ചാനലുകളും രംഗത്തെത്തി. നെതന്യാഹുവിന്റെ വീഡിയോ AI നിർമ്മിതമാണെന്നും അതിലെ വലത് കൈയിൽ 6 വിരലുകൾ ഉണ്ടെന്നും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ആഘോഷമാക്കി. നെതന്യാഹു ചത്തുകാണാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നത് ഈ വീഡിയോ നെതന്യാഹു കൊല്ലപ്പെട്ടതിന് ശേഷം നെതന്യാഹു ജീവനോടെ ഉള്ളത് കാണിക്കാൻ ഇസ്രായേൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയാണ് എന്നാണ്. അതേസമയം നെതന്യാഹു പക്ഷക്കാർ പറയുന്നത് നെതന്യാഹു ജീവനോടെ ഇല്ലെന്ന് തെളിയിക്കാൻ ശത്രുപക്ഷക്കാർ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഈ വീഡിയോ എന്നാണ്. ഇത് രണ്ടും പക്ഷം ചേർന്നുള്ള വാദങ്ങളാണെങ്കിൽ പിന്നെ നെതന്യാഹു എവിടെയെന്നാണ് മറ്റൊരു ചോദ്യം. 2025 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നെതന്യാഹു പലതവണയാണ് പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. യുദ്ധത്തിന്റെ ഗതിവിഗതികൾ വിശകലനം ചെയ്യാനും ജനങ്ങളെ ബോധിപ്പിക്കാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന നെതന്യാഹു ഇപ്പോൾ എവിടെയാണ്? ഈ യുദ്ധം നടന്നിട്ട് ഇറാന്റെ ശക്തമായ ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിനെ എവിടെയും കാണാനില്ല. ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയല്ലേ അത്?